നമ്മളിപ്പോൾ നിൽക്കുന്നത് മക്കയിലെ അസീസിയ പ്രദേശത്തോട് ചേർന്നുകൊണ്ടാണ്. ഇവിടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ ഹാജിമാർ താമസിക്കുന്നത്. നാളെ ഹാജിമാർ മിനായിലേക്ക് നീങ്ങുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഹാജിമാരും ഒപ്പം തന്നെ ഹാജിമാരുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അപ്പം തന്നെ അതിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അസീം കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്, ഒപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഹാജിമാർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്? ഒപ്പം തന്നെ ഏകദേശം എത്ര മണിക്കായിരിക്കും പുറപ്പെടുക? കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് തന്നെ കേരള സംസ്ഥാനത്ത് നിന്ന് വന്ന എല്ലാ ഹാജിമാർക്കും എല്ലാ ബിൽഡിങ്ങുകളിലും ഓരോ ഫാക്കൽറ്റീസിനെ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ യാത്ര സംബന്ധമായ വിവരങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുക, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ബിൽഡിങ്ങുകളിലും ഒന്നിലധികം ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഹാജിമാരെല്ലാം സന്തോഷത്തിലാണ്. അവരെല്ലാവരും നമ്മുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്, പ്രത്യേകിച്ചും ഏത് സമയത്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കുന്നതിന് മക്തബിൻ്റെ നിർദ്ദേശപ്രകാരം ഏത് സമയത്താണോ വാഹനം എത്തുക അത് നമ്മൾ അറിയിക്കും. എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് മിനായിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്? മിനായിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാ ഒരുക്കങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റെഡിയായിട്ടുണ്ട്. നാളെ എപ്പോൾ വിളിച്ചാൽ അപ്പോൾ പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയോ? എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇവരെ നിർദ്ദേശം കിട്ടി അതനുസരിച്ച് നമ്മൾ അപ്പോൾ ആ സെക്കൻഡിൽ റെഡിയാവും. അങ്ങനത്തെ എല്ലാം റെഡിയായിരിക്കണം എല്ലാവരും. അവിടെ പോയി ടെൻറ്റ് കണ്ടു. ഞങ്ങളെ കൊണ്ടുപോയി ടെൻറ്റ് കാണിച്ചു, താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അൽഹംദുലില്ലാ വളരെ ഹൈറാണ്. സന്തോഷമായി വഴിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഹാജിമാർക്ക് ഈ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അവർ നീങ്ങാൻ പോകുന്ന വഴികൾ, ഒപ്പം തന്നെ തമ്പുകൾ, ഇതിൻ്റെ എല്ലാം തന്നെ നേരിട്ട് തന്നെ കൊണ്ടുപോയി കാണിക്കുകയും ഒപ്പം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സൗദി അറേബ്യ പൂർത്തിയാക്കിയിരിക്കുന്നു. ഹാജിമാരും മലയാളി ഹാജിമാരും അതിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്.